ഇന്ത്യൻ സൊസൈറ്റിയും വാല്യൂസ് തമ്മിലുള്ള ബന്ധം എന്നതാണ് ഈ യൂണിറ്റ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു യൂണിറ്റ് കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 3 പാർട്ടായിട്ടായിരിക്കും ഈ ക്ലാസ് എടുക്കുക. ഇന്നലെ അതിന്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ പഠിച്ചു. ഇന്ന് സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിന്റെ ഈ നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി ഈ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് സൊസൈറ്റി, നമ്മുടെ സമൂഹം. ഈ സൊസൈറ്റി വാല്യൂ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ, ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് വാല്യൂ കൈമാറുന്നതിൽ സൊസൈറ്റി വഹിക്കുന്ന പങ്ക് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മൂല്യങ്ങളെ അത് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറുന്നതിൽ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ സാമൂഹിക സ്ഥാപനങ്ങളായിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള കുടുംബം, അതേപോലെ തന്നെ കല്യാണം, അതേപോലെ ആഘോഷങ്ങൾ, ഇവയൊക്കെയും നമ്മുടെ കൾച്ചർ, അതേപോലെ നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു കാരിയറായിട്ട്, വാഹകരായിട്ട് തലമുറകളോളം അതിന് നമ്മുടെ ഈ വാല്യൂസിനെയും നമ്മുടെ കൾച്ചറിനെയും കൈമാറുന്നതിൽ ഈ സംവിധാനങ്ങളൊക്കെ, കുടുംബമായിക്കൊള്ളട്ടെ, കല്യാണമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആഘോഷങ്ങളായിക്കോട്ടെ, അവയൊക്കെയും വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി അതിനെ ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് കുടുംബം വാല്യൂ കൈമാറ്റം ചെയ്യുന്നതിൽ, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ കുടുംബത്തിന്റെ പങ്ക് എന്താണ്, അല്ലെങ്കിൽ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷന് വാല്യൂ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ള പങ്ക് എന്താണ്, അതേപോലെ തന്നെ ഫെസ്റ്റിവൽസിന് നമ്മുടെ വാല്യൂസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ, മറ്റൊരു തലമുറയിലേക്ക് കൈമാറി കൊടുക്കുന്നതിൽ നമ്മൾ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസ് വഹിക്കുന്ന പങ്ക് എന്താണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്യാം. ആദ്യമായി ഫാമിലി. ഈ ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഈ ഒരു സാമൂഹിക സ്ഥാപനം എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ ട്രഡീഷണലി പരമ്പരാഗതമായിട്ട് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്ത് ഫോളോ ചെയ്തു വരുന്നത് ജോയിന്റ് ഫാമിലി സിസ്റ്റം എന്നൊരു സിസ്റ്റമാണ്, ഒരു സംവിധാനമാണ് നമ്മുടെ ഇന്ത്യ പരമ്പരാഗതമായിട്ട് പിന്തുടർന്നു വരുന്നത്. ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, ഒരു കുട്ടിയുടെ വല്യച്ഛന്മാര് അല്ലെങ്കിൽ വല്യമ്മമാര്, അവരുടെ മാതാപിതാക്കള്, അവരുടെ അങ്കിൾസ്, അതേപോലെ അവരുടെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരിമാര്, അവരുടെ മക്കൾ, ഇങ്ങനെ തുടങ്ങി എല്ലാവരും ഒരുമിച്ച് ഒരേ കൂരക്ക് കീഴിലായിട്ട് താമസിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ സാമ്പ്രദായികമായിട്ട്, പരമ്പരാഗതമായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പിന്തുടർന്നു വരുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് ഫാമിലി സിസ്റ്റമാണ് പിന്തുടർന്നു വന്നിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട്, പ്രത്യേകിച്ച് ഈ അർബൻ ഏരിയാസിൽ, നഗരങ്ങളിലൊക്കെ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റവും കടന്നു വന്നിട്ടുണ്ട്. ഈ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഒരു കുടുംബം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു അച്ഛൻ, ഒരു അമ്മ, അവരുടെ മക്കൾ മാത്രം, അവരുടെ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാരോ ഒന്നും ഇല്ലാത്ത ഒരു കപ്പിൾസ്, അല്ലെങ്കിൽ ഒരു വൈഫ്, അവരുടെ ഹസ്ബൻഡും അവരുടെ മക്കളും മാത്രം ഉള്ള ഒരു സംവിധാനത്തെ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിലെ പ്രത്യേകിച്ച് അർബൻ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം കടന്നു വന്നിട്ടുണ്ട്. ഏതായാലും എന്താണ് നാച്ചർ ഓഫ് ഇന്ത്യൻ ഫാമിലി, ഒരു ഇന്ത്യൻ കുടുംബത്തിന്റെ ഒരു സ്ഥിതി, ഒരു നാച്ചർ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് കേട്ട് പരിചയിച്ചാണ്, ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ അളവിൽ പാട്രിയാർക്കിയൽ ആയിട്ടുള്ള, അഥവാ പുരുഷ മേധാവിത്വമുള്ള ഒരു സൊസൈറ്റിയാണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ കുടുംബത്തിനെ എടുത്തു പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഉപ്പമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്കായിരിക്കും ഏറ്റവും ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു പവർ ഉണ്ടാവുക. ഏറ്റവും വലിയ ഡെസിഷൻ മേക്കിങ്ങിനുള്ള, അല്ലെങ്കിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കാനുള്ള പവറൊക്കെ ഉണ്ടാവുന്നത് പുരുഷന്മാർക്കായിരിക്കും. ഏതായാലും ഇന്ത്യയിലും ചില സ്ഥലങ്ങളിൽ മാട്രിയാർക്കിയൽ സൊസൈറ്റീസ് നിലനിൽക്കുന്നുണ്ട്. മരുമക്കത്തായ സംവിധാനം പിന്തുടരുന്ന സമൂഹങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ മെജോറിറ്റിയും പാട്രിയാർക്കൽ ആയിട്ടുള്ള മക്കത്തായ സമ്പ്രദായമാണ് പിന്തുടരുന്നത് എങ്കിലും, പുരുഷന്മാർക്ക് ആധിപത്യമുള്ള സംവിധാനമാണ് പിന്തുടരുന്നതെങ്കിലും, ചില സ്ഥലങ്ങളിൽ മാട്രിയാർക്കിയൽ അഥവാ മരുമക്കത്തായ സംവിധാനം, അഥവാ കല്യാണം കഴിഞ്ഞിട്ട് പുരുഷന്മാർ ഭാര്യമാരുടെ വീട്ടിൽ പോയി താമസിക്കുന്ന സമ്പ്രദായം പിന്തുടരുന്ന സമൂഹങ്ങളും ഇന്ത്യയിലുണ്ട്. അതിൽപ്പെട്ട സമൂഹങ്ങളാണ് ഗാരോ, അതേപോലെ ഖാസി. ഇതൊക്കെ നോർത്ത് ഈസ്റ്റിലെ ഉള്ള സ്ഥലങ്ങളാണ്. അതേപോലെ തന്നെ മേഘാലയയിലെ ജൈൻറ്റിയ, അതേപോലെ തന്നെ സൗത്ത് കേരളയിലേക്കുള്ള നായർസ് ഒക്കെ ഇത്തരത്തിൽ മാട്രിയാർക്കിയൽ സിസ്റ്റം പിന്തുടരുന്ന ആളുകളാണ്. അതേപോലെ ലക്ഷദ്വീപ് ഒക്കെയും ഇത്തരത്തിൽ മരുമക്കത്തായ സംവിധാനം പിന്തുടരുന്ന ഒരു സമൂഹങ്ങൾ വസിക്കുന്ന നാടാണ്. ഇനി നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ഈ ഫാമിലി എന്ന ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വാല്യൂ ട്രാൻസ്മിഷൻ
ഈ നമ്മുടെ മൂല്യങ്ങൾ കൈമാറുന്നതിൽ കുടുംബങ്ങൾ വഹിക്കുന്ന പങ്ക് എന്താണെന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ രാജ്യത്തെ കുടുംബങ്ങൾ എന്ന ഈ സംവിധാനത്തിലേക്ക് നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം സംരക്ഷിക്കുന്നതില്, അതേപോലെ തന്നെ നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളും മറ്റു തലമുറയിലേക്ക് കൈമാറുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഈ ഫാമിലികളാണ് എന്നതാണ് പറയാനുള്ളത്. നമുക്കറിയാം, ഈ ഫാമിലി എന്നുള്ളത് കുട്ടികൾക്ക് വളരാനുള്ള ഒരു ന്യൂക്ലിയസ്, ഒരു ഭ്രമണപഥം എന്നൊക്കെ പറയാം. ആ ഒരു രൂപരേഖകൾ തയ്യാറാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സർക്കിൾ തയ്യാറാക്കി കൊടുക്കുന്നത് ഈ ഫാമിലിയാണ്. ആ ഫാമിലി വരച്ചു കാട്ടുന്ന, അല്ലെങ്കിൽ ഫാമിലി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിധിക്കുള്ളിൽ നിന്നാണ് ഓരോ കുട്ടിയും വളർന്നു വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഫാമിലി ലൈഫിലൂടെയാണ് ഒരു കുട്ടി ജനിച്ചു വീഴുന്ന, അവന്റെ കുടുംബത്തിലെ ആ ഒരു അവൻ ശീലിക്കുന്ന അല്ലെങ്കിൽ പരിശീലിക്കുന്ന ജീവിതത്തിലൂടെയാണ് കുട്ടികള് പങ്കുവെക്കാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള, നിസ്വാർത്ഥത പോലെയുള്ള, അതേപോലെ തന്നെ സഹിഷ്ണുതാപരമായിട്ടുള്ള സ്വഭാവങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ സ്വഭാവങ്ങളും കുട്ടികൾ സ്വായത്തമാക്കുന്നത് അവരുടെ കുടുംബത്തിൽ നിന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൂല്യങ്ങൾ കൈമാറിപ്പോകുന്നതിൽ നമ്മുടെ ഫാമിലി, കുടുംബം എന്ന ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വലിയതായ പങ്ക് വഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താണ് നമ്മുടെ ഫാമിലീസ് ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ, ഓരോ ഫാമിലിയും ഉയർത്തിപ്പിടിക്കുന്ന ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാമിലി എന്നുള്ള ഈ ഒരു സാമൂഹിക സ്ഥാപനം, ഈ ഒരു സംവിധാനം ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട വാല്യൂസ്, മൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഒരു മൂല്യം, ഫാമിലി എന്ന സങ്കല്പം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മറ്റേ വാല്യൂ എന്ന് പറയുന്നത് യൂണിറ്റി, അല്ലെ? ഒരു യൂണിറ്റി, ഏകത്വമാണ്. അതേപോലെ തന്നെ ലോയൽറ്റി, ഒന്നിനോടുള്ള സമർപ്പണ മനോഭാവം, അതേപോലെ ഇന്റഗ്രിറ്റി, ഇന്റർ ഡിപ്പെൻഡൻസ്, കൺസേൺ ഫോർ അതേഴ്സ്, ഇത്തരത്തിലുള്ള വാല്യൂസ് ഒക്കെ നമ്മുടെ ഫാമിലി ഉയർത്തിപ്പിടിക്കുന്നു. മറ്റുള്ളവരെ പരിഗണിക്കുക, പരസ്പരം ആശ്രയിച്ച് നിലകൊള്ളുക, എല്ലാവരെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക, പരസ്പരം ലോയൽ ആയിരിക്കുക, ആത്മാർത്ഥതയുള്ളവരും സത്യസന്ധരുമായിരിക്കുക എന്ന് തുടങ്ങിയ വാല്യൂസ് ഫാമിലി എന്ന സങ്കല്പം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു കുടുംബം ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ പാരന്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ ബ്രദേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെയും നമുക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുകയും നമുക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരൊക്കെയും നമ്മുടെ ഒരു ഫാമിലി എന്നൊരു ബോധത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂസ് ഉയർത്തിപ്പിടിക്കുന്നത്. ഏതായാലും പരമ്പരാഗതമായി ഇന്ത്യയുടെ ഒരു പാരമ്പര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവാം, ഇന്ത്യൻ ഫാമിലീസിന് പ്രധാനമായും സപ്പോർട്ട് ചെയ്യാനുണ്ടാവുക അവിടുത്തെ ഏറ്റവും മുതിർന്ന മെമ്പേഴ്സ് ആയിരിക്കും. ഒരു ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും അതിനെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, അവർക്ക് വേണ്ട ഭക്ഷണമായിക്കോട്ടെ മറ്റു സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതൊക്കെ അവിടുത്തെ മുതിർന്ന അംഗങ്ങൾ, അതേപോലെ തന്നെ വിവാഹിതരല്ലാത്ത അഡൾട്ടുകൾ, അതേപോലെ തന്നെ വിധവകളായിട്ടുള്ള ആളുകള്, അതേപോലെ തന്നെ പരമ്പരാഗതം നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഫാമിലീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ആവശ്യങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്നവരായിട്ടുള്ള മുതിർന്നവരായ ആളുകളെ, വയോജനങ്ങളെ, അതേപോലെ തന്നെ കല്യാണമൊന്നും കഴിക്കാത്ത ചെറിയ കുട്ടികളെ, അതേപോലെ തന്നെ വിധവകളായിട്ടുള്ള ആളുകളെ, അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ, അതേപോലെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് വെല്ലുവിളികൾ നേരിടുന്ന അംഗങ്ങളെയൊക്കെ നമ്മുടെ കുടുംബം എന്ന സംവിധാനം ചേർത്ത് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പക്ഷേ കാലം പുരോഗമിച്ചതോടെ, ആധുനിക മോഡേണൈസേഷൻ കടന്നു വന്നതോടെ ഇക്കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നുള്ളൊരു സംവിധാനം പുതുതായിട്ട് ട്രഡീഷണൽ ജോയിന്റ് ഫാമിലിക്ക് പകരം എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നൊരു രീതി, ഒരു സ്റ്റൈല് ഇന്ത്യയിൽ കടന്നു വന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ പറഞ്ഞു ഈ വാല്യൂസ്, നമ്മളുടെ മൂല്യങ്ങൾ കൈമാറുന്നു, ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് മൂല്യങ്ങൾ കൈമാറുന്നതിൽ പ്രധാനമായും പങ്കുവഹിക്കുന്ന 3 ഏജൻസികൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് ഫാമിലി എന്നുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, രണ്ടാമതായി നമ്മൾ പറഞ്ഞത് വിവാഹം എന്നുള്ള സാമൂഹിക സ്ഥാപനത്തിന്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് വാല്യൂസ്, മൂല്യങ്ങൾ കൈമാറുന്നതിൽ വലിയ പങ്കുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ഈ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അധികവും പാരന്റ്സ് അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് കല്യാണങ്ങൾ ഉണ്ടാവാറ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ഫാമിലിയിൽ തന്നെ അധിക കല്യാണങ്ങളും അവരുടെ മക്കൾക്ക് മാതാപിതാക്കൾ കണ്ടെത്തി കൊടുക്കുന്ന ഇണകളുമായിട്ടാണ് കല്യാണം നടത്തി കൊടുക്കാറുള്ളത്. അപ്പൊ ഈ ഒരു ഇന്ത്യ എന്ന നമ്മുടെ ഈ രാജ്യത്ത് കല്യാണം എന്നുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അധികവും
അത് അതിനെ അറേഞ്ച് ചെയ്യുന്നത് പാരന്റ്സ് ആയിരിക്കും അതിന് മുൻകൈ എടുത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും എന്ന് പറയുന്നത്. എങ്കിലും പലപ്പോഴും ആഹ് ഈ ഇൻഡിവിജ്വൽ വ്യക്തിപരമായ താല്പര്യം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സെലക്ഷൻ അല്ലെങ്കിൽ ചോയ്സ് അനുസരിച്ചുകൊണ്ട് കല്യാണം നടത്തുക എന്നുള്ളത് ഇന്ത്യയിൽ വളരെ കുറവാണ് എന്നർത്ഥം. നമുക്കറിയാം ലവ് മാരേജിനേക്കാൾ കൂടുതൽ അറേഞ്ച് മാരേജ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടാവും എന്നർത്ഥം. ഏതായാലും ഇന്ത്യ നമ്മുടെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് 2006 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ ശിശു വിവാഹം അല്ലെങ്കിൽ ശൈശവ വിവാഹം നിരോധിച്ചുവെങ്കിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഈ വിവാഹങ്ങൾ ഇത്തരത്തിലുള്ള ശൈശവ വിവാഹങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു നിയമപ്രകാരം പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 2006 ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം 18 ആയിട്ടും ആണുങ്ങൾക്ക് ഈ വിവാഹം കഴിക്കാൻ ഏറ്റവും ചുരുങ്ങിയ പ്രായം 21 വയസ്സായിട്ടൊക്കെ ഉയർത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇന്ത്യയിലെ പല ഭാഗത്തും ശൈശവ വിവാഹങ്ങൾ നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി നമ്മൾ നമ്മളതൊരു വിവാഹം എന്നൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രം. ഇനി നമ്മുടെ ചാപ്റ്ററുമായിട്ട് ഈ ഒരു കോൺസെപ്റ്റിന് എന്താ ബന്ധം? നമുക്കറിയാം ഈ വിവാഹത്തിനൊക്കെ നമ്മുടെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് വളരെയധികം സാംസ്കാരികപരമായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൂല്യവുമായി ബന്ധപ്പെട്ട് ഈ വിവാഹങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ മൂല്യങ്ങൾ കൈമാറുന്നതിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ മാരേജ് എന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് എന്താണ് പങ്ക് എന്നാണ് നമ്മൾ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ഏതായാലും കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് മാരേജ്, ഈ ഒരു വിവാഹം എന്നുള്ള ഈ കോൺസെപ്റ്റിന് സാംസ്കാരികമായിട്ടുള്ള പ്രാധാന്യം എന്താണ്? നമുക്കറിയാം ഇൻ ഇന്ത്യൻ കൾച്ചർ, നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ മാരേജ് ഈസ് എ യൂണിയൻ ഓഫ് ടു ഫാമിലീസ്, നോട്ട് മിയർലി ടു ഇൻഡിവിജ്വൽസ്. ഒരു കല്യാണത്തിലൂടെ ഒന്നിക്കുന്ന രണ്ട് വ്യക്തികൾ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരുമിച്ച് ഒന്നായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് കല്യാണത്തിലൂടെ ഒരു ശക്തമായ ഒരു കുടുംബ ബന്ധം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കെട്ടിപ്പടുക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മാരേജ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഇന്ത്യയിലെ ഒരു കൾച്ചർ പ്രകാരം ഈ ബ്രൈഡ് വധു എന്നുള്ളത് അവരവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ, വരന്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അങ്ങനെ അതെന്തായി മാറുന്നു, ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി സിസ്റ്റം ആയിട്ട് മാറുന്നു. അതുവരെ ഒരു വീട്ടിൽ ഒരു പാരന്റ്സ് അവരുടെ മക്കൾ മാത്രമായിരുന്നുവെങ്കിൽ അവിടുത്തെ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മകന്റെ കല്യാണം കഴിയുന്നതോടെ അവർക്ക് ഒരു മരുമകളെ കൂടി കടന്നു വരികയാണ്. അപ്പൊ അത് നമുക്ക് ന്യൂക്ലിയർ ഫാമിലി എന്ന് വിളിക്കാൻ പറ്റില്ല. പിന്നെ അത് ഒന്നും കൂടി അതൊരു എക്സ്റ്റെൻഡഡ് ഫാമിലി സിസ്റ്റം ആയിട്ട് മാറുകയാണ്. വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ കല്യാണം കഴിഞ്ഞ കപ്പിൾസ് മാറി താമസിക്കുന്നുവെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. രണ്ട് കുടുംബങ്ങൾ ഒന്നായി മാറുകയും ഒരു കുടുംബം ന്യൂക്ലിയർ ഫാമിലിയിൽ മാറി എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നൊരു തലത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഈ ഒരു മാരേജ് എന്ന കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ മാരേജ് എന്ന ഈ ഒരു സംവിധാനത്തെ വളരെ പരിശുദ്ധമായിട്ടുള്ള സാക്രഡ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് റിലീജിയസ് മതപരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ നമുക്ക് നടത്തുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ മാരേജ് സെറമണിയിൽ, നമ്മുടെ വിവാഹ പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മതപരമായിട്ടുള്ള ചടങ്ങുകളായതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോ എന്താ പറയാ, ഈ ഒരു പ്രധാനമായും ഇന്ത്യയിലെ ഒരു കല്യാണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രധാനമായും 3 കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന്, മതപരമായിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ സദ്യ ഒരുക്കൽ, ഭക്ഷണം കൊടുക്കുന്ന പരിപാടികൾ ഉണ്ടാവും. അതേപോലെ തന്നെ സെലിബ്രേഷൻസ്, കുറച്ച് ആഘോഷങ്ങളും വിവാഹത്തിനനുബന്ധിച്ച് ഉണ്ടാവാറുണ്ട്. ഏതായാലും നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള കല്യാണങ്ങളായതുകൊണ്ട് തന്നെ അത് നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരികമായ വൈജാത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. അത് ക്ലിയർ ആയോ? ഇതുവരെയുള്ളത് ക്ലിയർ ആണോ? ഒരാള് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട്, അപ്പൊ അയാളോടാണ് ചോദിക്കുന്നത്. ഞാൻ സ്പീഡ് കുറക്കണോ ഇല്ലയോന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. നസ്ല എന്നൊരാൾ കാണുന്നുണ്ട്. ഇന്ന് ആ ഇൻകോൾ മെസ്സേജിൽ ഇട്ടാൽ മതി. നിങ്ങൾക്ക് സ്പീഡ് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇതേപോലെ കണ്ടിന്യൂ ചെയ്തോളാം. കുറച്ചും കൂടി റിലേറ്റീവ്ലി സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ പോകുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ നെക്സ്റ്റ്, അപ്പൊ ഈ വാല്യൂസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നതിൽ പങ്കുവഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫെസ്റ്റിവൽസ്. നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ നമ്മുടെ ഒരു സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിലേക്ക്, നമ്മുടെ വരും തലമുറകളിലേക്ക്
വാല്യൂസ് കൈമാറി കൊടുക്കുന്നതിൽ ഈ ഫെസ്റ്റിവൽസിനും വലിയ പങ്കുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷന് വലിയ പങ്കുണ്ട്, അതേപോലെ തന്നെ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷന് പങ്കുണ്ട്. ഇനി ഇത്തരത്തിൽ വാല്യൂസ് കൈമാറ്റം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന മറ്റൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സാമൂഹ്യ സ്ഥാപനങ്ങളാണ് ഫെസ്റ്റിവൽസ് അഥവാ നമ്മുടെ രാജ്യത്തെ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു വർഷത്തിലുടനീളം ഇന്ത്യയിൽ ഒരുപാട് ആഘോഷങ്ങൾ ആഘോഷിക്കപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് ആഘോഷിക്കപ്പെടാറുണ്ട്. അതില് അധിക ഫെസ്റ്റിവൽസും, നമ്മുടെ രാജ്യത്ത് ആഘോഷിക്കപ്പെടുന്ന അധിക ഫെസ്റ്റിവൽസും മതപരമായിട്ടുള്ള പ്രാധാന്യമുള്ള, അതേപോലെ തന്നെ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ടുള്ള കുറെ സെലിബ്രേഷൻസ് ആണ് ഇന്ത്യയിൽ അധികവും ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇനി സോഷ്യൽ ആൻഡ് കൾച്ചറൽ റോൾ ഓഫ് ഫെസ്റ്റിവൽസ്. ഈ ആഘോഷങ്ങൾക്ക് അത് വെറും ഒരു ആഘോഷമാണ് എന്നതിനപ്പുറം സമുദായപരമായിട്ട്, നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള, സാംസ്കാരികപരമായിട്ട് അവ വഹിക്കുന്ന പങ്ക് എന്താണ് എന്നാണ് പറയുന്നത്. അത് വെറും കുറച്ച് എൻജോയ്മെന്റിനുള്ള ഒരു അവസരമാണെന്നതിനപ്പുറം അവർക്ക് വലിയൊരു റോള് നമ്മുടെ സമൂഹത്തിൽ വഹിക്കാനുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ സംസ്കാരത്തിലും സാമൂഹികമായ ഐക്യത്തിലും ഒരുപാട് വലിയ പങ്ക് വഹിക്കുന്ന സിസ്റ്റംസ് ആണ് ഈ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും നമ്മുടെ രാജ്യത്തുള്ള ഫെസ്റ്റിവൽസ് അവയൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിന്റെ, അതേപോലെ നമ്മുടെ സമുദായത്തിന്റെ അകത്തുള്ള ബോണ്ടിങ്, ബന്ധത്തെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ, പരസ്പരം സംസാരിക്കാൻ, പരസ്പരം ഇടപഴകാനുള്ള ഒരു അവസരം ഇവ സൃഷ്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷെയറിംഗ് ഓഫ് ഫുഡ് ആൻഡ് ജോയ്, ഭക്ഷണവും സന്തോഷവും കൈമാറ്റം ചെയ്യുക, പരസ്പരം കൈമാറുക, പങ്കുവെക്കുക എന്നുള്ള മഹത്തായ ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ മഹത്തായ ഒരു കാര്യത്തിനും കൂടി ഫെസ്റ്റിവൽസ് എന്ത് ചെയ്യുന്നുണ്ട്, വഴി തുറക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു കൂടി കാരണമാവുന്നുണ്ട്. നമുക്കറിയാം, ഈ ആഘോഷങ്ങളുമായി അനുബന്ധിച്ച് എന്ത് ചെയ്യുന്നു, സ്ത്രീകളൊക്കെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെലിബ്രേഷൻസിൽ, ഈ ഫെസ്റ്റിവൽസിലൂടെ ഉണ്ടാകുന്ന ആഘോഷങ്ങളിൽ വ്യത്യസ്തമായുള്ള മ്യൂസിക്, അതേപോലെ തന്നെ ഭക്തിഗാനങ്ങൾ, അതേപോലെ തന്നെ ഡാൻസ്, നൃത്ത പരിപാടികൾ, മറ്റ് സാംസ്കാരിക പരിപാടിയൊക്കെ ഈ ഫെസ്റ്റിവൽസിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടാടാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. അപ്പൊ അതൊക്കെയും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ ശക്തിപ്പെടുത്തുന്നതും അതൊക്കെ സമ്പന്നമാക്കുന്നതുമാണെന്ന് അർത്ഥം. പ്രത്യേകിച്ച് നമ്മുടെ റൂറൽ ഏരിയാസിൽ, നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഈ എൻറ്റയർ വില്ലേജ് കമ്മ്യൂണിറ്റീസ് അല്ലെ, ഒരു നാട്ടിലെ എല്ലാ ജനങ്ങളും അവരുടെ ജാതി മത വർഗ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ അവരുടെ നാട്ടിലെ എല്ലാ ഫെസ്റ്റിവൽസിലും, അത് മുസ്ലിംസിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈന്ദവരുടേതായിക്കോട്ടെ, മതജാതി വ്യത്യാസങ്ങളില്ലാതെ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൊക്കെ എല്ലാവരുടെ പരിപാടികളിലും എല്ലാവരും പങ്കുകാരാവുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഒരു പാരമ്പര്യം നമ്മുടെ രാജ്യത്തിനുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് ഏതൊക്കെയാന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോ ഇന്ത്യയിലെ റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാദേശികപരമായിട്ടുള്ള ചില നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ മാത്രം ആഘോഷിക്കുന്ന ആഘോഷങ്ങളുണ്ട്, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ മാത്രം ആഘോഷിക്കുന്ന ആഘോഷങ്ങളുണ്ട്, അതേപോലെ തന്നെ ഹൈന്ദവർ മാത്രം ആഘോഷിക്കുന്ന ആഘോഷങ്ങളുണ്ട്, മുസ്ലിംസ് മാത്രം ആഘോഷിക്കുന്ന ആഘോഷങ്ങളുണ്ട്, ക്രൈസ്തവർ മാത്രം ആഘോഷിക്കുന്ന ആഘോഷങ്ങളുണ്ട്. അപ്പൊ ഏതായാലും മതപരമായിട്ട് അല്ലെങ്കിൽ പ്രാദേശികപരമായിട്ട് ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഫെസ്റ്റിവൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ദുർഗാ പൂജ, ദുസേറ, ദിവാലി, ഗണേശ് ചതുർത്ഥി, അതേപോലെ സംക്രാന്തി, പൊങ്കൽ, ഓണം, ഹോളി, ഈദുൽ ഫിത്തർ, ബക്രീദ്, ക്രിസ്മസ്, ഗുരുനാനാക്ക് ജയന്തി. അപ്പൊ ഇതൊക്കെയും നമ്മുടെ ഇന്ത്യയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ചില ആഘോഷങ്ങളാണ്. ഇതിൽ ചിലത് പ്രാദേശികമായി ജാതി ഒന്നും വ്യത്യാസമില്ല, എല്ലാവരും ആഘോഷിക്കുന്നതാണ്. ചിലത് പ്രത്യേക മതങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുമാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ആഘോഷങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിനൊക്കെ പുറമെ നമ്മുടെ രാജ്യം നേതൃത്വം കൊടുക്കുന്ന, നമ്മുടെ ഇന്ത്യ എന്ന കൺട്രി ഇല്ല, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ്, രണ്ട് ദേശീയപരമായിട്ടുള്ള ആഘോഷവും നമ്മൾ ആഘോഷിക്കാറുണ്ട് ഒരു വർഷവും. റിപ്പബ്ലിക് ഡേ ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുള്ളൂ ജനുവരി 26-ന്, അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ആഘോഷിക്കുന്നു. ഇനി അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള, അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രാധാന്യമുള്ള കുറെ ആഘോഷങ്ങളും നമുക്ക്, അല്ലെങ്കിൽ ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഫെസ്റ്റിവൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നമുക്കറിയാം, ഫെസ്റ്റിവൽസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് കച്ചവടങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് എക്കണോമിക് ഡെവലപ്മെന്റ് അത് കാരണമാകുന്നു. അതേപോലെ സോഷ്യൽ കൊഹഷൻ, ഒരു സാമുദായികമായ ഏകോപനത്തിനും അത് എന്ത് ചെയ്യുന്നു, കാരണമാകുന്നു. അതേപോലെ തന്നെ ഈ ഒരു ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് ഈ കരകൗശല വിദ്യ ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ ആർട്ടിസ്റ്റുകൾക്ക്, മ്യൂസീഷ്യൻസിനൊക്കെ ഒരുപാട് ജീവിതോപാധി മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നു. ആ സ്ഥലങ്ങളിൽ വന്നിട്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും അത്തരത്തിൽ അവർക്ക് അതുവഴി
പൈസ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗം കണ്ടെത്താനുള്ള അവസരങ്ങൾ അതുവഴി ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ആഘോഷങ്ങൾ, നമ്മുടെ ഫെസ്റ്റിവൽസ്, അത് വെറും ഫെസ്റ്റിവൽസ് എന്നതിനപ്പുറം നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സോഷ്യൽ ലിവിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുള്ള ഘടകങ്ങളാണ്, അല്ലെങ്കിൽ അവയൊക്കെ നമ്മുടെ വാല്യൂസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഏജൻസികളാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ വാല്യൂ എഡ്യൂക്കേഷൻ ത്രൂ ഫെസ്റ്റിവൽസ്, നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫെസ്റ്റിവൽസിലൂടെ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വരും തലമുറകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വലിയതായിട്ടുള്ള വാല്യൂ എഡ്യൂക്കേഷനും കൂടി നമ്മൾ കൈമാറാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ നമ്മുടെ വ്യത്യസ്ത കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഒരുപാട് ആഘോഷങ്ങൾ, ഫെസ്റ്റിവൽസ് ആഘോഷിക്കുമ്പോൾ അതുവഴി ടോളറൻസ്, സഹിഷ്ണുത, അതേപോലെ തന്നെ ഷെയറിങ്, പരസ്പരം എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുക, അതേപോലെ കോപ്പറേഷൻ, എല്ലാത്തിനും പരസ്പരം സഹകരിക്കുക തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ കുട്ടികൾക്കിടയിൽ, നമ്മുടെ പുതിയ തലമുറക്കിടയിൽ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്കൂളുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെസ്റ്റിവൽ ഡേ ഒക്കെ സംഘടിപ്പിക്കാനും അവർക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങൾ ഒരുക്കി കൊടുക്കാനും, അതേപോലെ വ്യത്യസ്തങ്ങളായ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കാനൊക്കെ നമ്മുടെ സ്കൂളുകൾക്ക് സാധിക്കും. അപ്പൊ അതുവഴി കുട്ടികൾക്ക് അവർക്ക് പ്ലാൻ ചെയ്യാനും വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവുകളൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ അവർക്ക് മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇന്റർപേഴ്സണൽ ആയിട്ടും അതേപോലെ ഇൻട്രാപേഴ്സണൽ ആയിട്ടും സ്വയം ഉള്ള കഴിവുകൾ, അതേപോലെ തന്നെ മറ്റുള്ളവരെ ഇടപെടാനുള്ള കഴിവുകൾ ഒക്കെ അവർക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ ഈ ഡൈവേഴ്സിറ്റി, നമ്മുടെ വൈജാത്യങ്ങളോടുള്ള ഒരു ആദരവ്, സ്വന്തം വിശ്വാസ സംഹിത മാത്രമാണ് ശരി എന്നുള്ള വിശ്വാസമൊക്കെ മാറ്റി ബാക്കിയുള്ളവരെ കൂടി അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതിയൊക്കെ നമുക്ക് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് സാധിക്കും എന്നതാണ് ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ഒരു ഗുണം അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് ഫുഡ് ആൻഡ് ക്ലോത്ത്സ്. നമ്മുടെ ഭക്ഷണം, അതേപോലെ നമ്മുടെ വസ്ത്രങ്ങൾ, അവയും വാല്യൂസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവർക്ക് എന്തെങ്കിലും നമ്മുടെ വാല്യൂസുമായിട്ട്, നമ്മുടെ വിശ്വാസങ്ങളുമായിട്ട്, നമ്മുടെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധങ്ങളുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഭക്ഷണവും ക്ലോത്തും എന്നാണ് നമ്മൾ ഈ ഒരു ഹെഡിങ്ങിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഈ ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം എന്ന് പറയുന്നത് അത് വെറും ഒരു ഭൗതികപരമായിട്ടുള്ള കാര്യം മാത്രമല്ല, മറിച്ച് ഇവക്കൊക്കെയും നമ്മുടെ മൂല്യങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന മൂല്യങ്ങളുമായിട്ടും നമ്മുടെ വിശ്വാസങ്ങളുമായിട്ടും നമ്മുടെ സംസ്കാരവുമായിട്ടും വലിയ ബന്ധമുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഭക്ഷണവും നമ്മുടെ വസ്ത്രങ്ങളും. അപ്പൊ അത് വെറുമൊരു വസ്ത്രം എന്നതിനപ്പുറം അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം എന്നതിനപ്പുറം അവയ്ക്ക് ഓരോന്നും നമ്മുടെ വിശ്വാസവുമായും നമ്മുടെ സംസ്കാരവുമായിട്ടും നമ്മുടെ മൂല്യങ്ങളുമായിട്ടും വലിയ പങ്കുണ്ട് എന്നർത്ഥം. നമുക്കറിയാം, ഫുഡിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ഫുഡ് അതേപോലെ ക്ലോത്തിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഫുഡ് എന്നുള്ള ഈ സാധനം നമുക്കറിയാം, ഫുഡിനെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഒരു പരിശുദ്ധമായ അല്ലെങ്കിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒന്നാണ് ഫുഡ്. ഭക്ഷണത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അതൊരു നമ്മുടെ പോഷകത്തിന്റെ ഉറവിടം എന്നതിനപ്പുറം അത് ദൈവത്തിൽ നിന്നുള്ളൊരു ഗിഫ്റ്റ് ആയിട്ട് കൂടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് അതിനെ സമീപിക്കാറുള്ളത്. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെ രക്ഷിതാക്കളൊക്കെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം വേസ്റ്റ് ആക്കരുത്, അതേപോലെ ഭക്ഷണം എന്ത് ചെയ്യണം, നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്ക് ഭക്ഷണം ഇല്ല എങ്കിൽ അവരോടൊപ്പം പങ്കുവെച്ച് കഴിക്കണം എന്നൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ ചെറുപ്പം മുതലേ പഠിപ്പിക്കാറൊക്കെ ഉണ്ട്. ഇനി ഫുഡ് പ്രാക്ടീസസ്, നമ്മുടെ ഭക്ഷണ സംസ്കാരവും അതുമായി ബന്ധപ്പെട്ടുള്ള വാല്യൂസും എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ കൾച്ചറിൽ നമുക്കറിയാം സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കാറുള്ളത് വലത് കൈ കൊണ്ടാണ്. അതിന് ഹൈജീനിക് ആയിട്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ആഘോഷ ഫെസ്റ്റിവൽസിന്റെ സമയത്ത്, അതേപോലെ തന്നെ മറ്റുള്ള പരിശുദ്ധമായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല രുചികരമായ ഭക്ഷണങ്ങളും തയ്യാറാക്കാറുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെ രക്ഷിക്കുക, വിശക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ മതപരമായിട്ട് തന്നെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിട്ട് പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സാധനം കൂടിയാണ്. അതോടൊപ്പം തന്നെ വ്യക്തികളായിക്കോട്ടെ, മറ്റ് നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടന ആയിക്കോട്ടെ,
കമ്മ്യൂണിറ്റി ഫീഡിംഗ് പ്രോഗ്രാംസ് അല്ലെ, പൊതുജനങ്ങൾക്ക് പൊതു അന്നദാന പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ നമ്മുടെ ഇന്ത്യക്കാർ ഭക്ഷണം കൊടുക്കുന്നത് വലിയ പ്രാധാന്യത്തോടെ കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ ഓൾ ലിവിങ് ബീങ്സ് ഹാവ് സോൾസ്. നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യം നമ്മോട് പറഞ്ഞു വെക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ആത്മാവുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ആത്മാവുണ്ടെന്നും അവയൊക്കെ റെസ്പെക്ട് ചെയ്യപ്പെടണമെന്നാണ് നമ്മുടെ ഈ ഒരു സംസ്കാരം നമ്മോട് പഠിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഭക്ഷണം എന്നത് ഭക്ഷണത്തിനപ്പുറം ഒരുപാട് മൂല്യങ്ങൾ നമ്മൾ അതോടൊപ്പം ചേർത്ത് പഠിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് മൂല്യങ്ങളെ കൂടി ഉയർത്തി പിടിക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ വെജിറ്റേറിയനിസം ഇല്ലേ, മാംസാഹാരം ഉപേക്ഷിച്ച് പരിപൂർണമായിട്ട് വെജിറ്റേറിയനിസം എന്നുള്ളതും അതേപോലെ തന്നെ ഫാസ്റ്റിംഗ്, ഭക്ഷണം കഴിക്കാതെ നോമ്പ് നോക്കുക എന്നുള്ളതും വലിയ പ്രാധാന്യമുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യൻ സമൂഹത്തിലെ വളരെയധികം പ്രാധാന്യമുള്ള രണ്ട് കാര്യങ്ങളാണ് വെജിറ്റേറിയനിസവും ഫാസ്റ്റിങ്ങും. നമുക്കറിയാം വെജിറ്റേറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു ഉദാഹരണം പറഞ്ഞത്. വെജിറ്റേറിയനിസം എന്താന്ന് മനസ്സിലായില്ല? ഇല്ല, പശുവിനെ അതന്നെ. ചില ആൾക്കാരുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തില് ഒരു നിലക്കും എന്ത് ചെയ്യൂല, അവര് മുട്ട പോലും കഴിക്കാത്ത ആൾക്കാരുണ്ട്. അതിന് വേഗനിസം എന്നൊക്കെയാണ് പറയാ. അവര് ചില ആൾക്കാർ മുട്ട വെജിറ്റേറിയൻ ഇത്രേ ഉള്ളൂ, മാംസാഹാരം ഉപേക്ഷിക്കുന്ന ആൾക്കാണ് വെജിറ്റേറിയൻസ് എന്നറിയപ്പെടുന്നത്. അവർ മീൻ കഴിക്കില്ല, പിന്നെ കോഴിയോ ആടോ പശുവോ ഒന്നിനെ അവർ കഴിക്കില്ല എന്നർത്ഥം. ഇവരാണ് വെജിറ്റേറിയൻസ്. ഇനി ഇതിൽ തന്നെ വേഗനിസം എന്നറിയപ്പെടുന്ന ഒരു വിഭാഗങ്ങളുണ്ട്. വേഗനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടി അവർ എക്സ്ട്രീമിസ്റ്റുകളാണ്. അവര് മുട്ട കഴിക്കില്ല, അതേപോലെ തന്നെ മൃഗങ്ങളുടെ പാല് പോലും കുടിക്കില്ല. മൃഗങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും അവർ ചെയ്യില്ല. വെണ്ണ ആയിക്കോട്ടെ ഒന്നും, മൃഗങ്ങളിൽ നിന്നെടുക്കുന്ന ഒന്നും അവർ കഴിക്കില്ല. അവർ വേഗനിസം എന്നറിയപ്പെടുന്നത്. ഇപ്പൊ ഞാൻ നിലവിൽ ഒരു റിസർച്ച് ഫെല്ലോ ആയിട്ട് ഇവിടെ ഒരു ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റി സ്ഥലത്താണുള്ളത്. അപ്പൊ ഇതിന്റെ ഫൗണ്ടർ ഒരു വെജിറ്റേറിയനിസം പ്രൊമോട്ട് ചെയ്യുന്ന, അഹിംസ നോൺ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ സ്ഥാപനത്തിൽ നിലവിൽ ഇതുവരെയും ഒരു നോൺ വെജ് ഫുഡും അവർ വിളമ്പാറില്ല. ഇപ്പൊ ഞങ്ങൾക്കിപ്പോ ഒരു മാസത്തെ ട്രെയിനിങ് വന്നതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 3 ദിവസം അവർ നോൺ വെജ് ഏർപ്പാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരവരുടെ ക്യാമ്പസിന്റെ അകത്തത് വിളമ്പില്ല. സെപ്പറേറ്റ് ആയിട്ടൊരു സ്ഥലത്താണ് ആ 3 ദിവസങ്ങളിൽ അവർ ഫുഡ് അറേഞ്ച് ചെയ്ത് തരിക. അപ്പൊ അത്രത്തോളം അതിനെ പ്യുവറായിട്ട് കാണുന്ന അല്ലെങ്കിൽ അതിനെ ഏറ്റവും പ്രാധാന്യത്തോടെ നിരീക്ഷിക്കുന്ന ഒരു സമൂഹം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെന്ന് അർത്ഥം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ വെജിറ്റേറിയനിസം അതേപോലെ തന്നെ ഫാസ്റ്റിംഗ്, നമുക്കറിയാം ഇന്ത്യയിൽ മുസ്ലിംസ് മാത്രമല്ല അല്ലാത്തവരും ക്രൈസ്തവരായിക്കോട്ടെ ഹൈന്ദവരായിക്കോട്ടെ ചില പ്രത്യേക സമയങ്ങളിൽ നോമ്പ് പിടിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് ഒരു പുണ്യപ്രവൃത്തിയായി കാണുന്ന ഒരു കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ എന്നുള്ളത്. അപ്പൊ ഏതായാലും വെജിറ്റേറിയനിസം എന്നുള്ളത് നോൺ വയലൻസ്, അഹിംസ എന്ന പ്രിൻസിപ്പിളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നുണ്ട്. അപ്പോ ഏതായാലും ഇവർക്ക് അവരുടേതായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതും എല്ലാ മതങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഫാസ്റ്റിംഗ്, നോമ്പ് നോൽക്കുക എന്നുള്ളത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ത്യയിലെ ഭക്ഷണ വൈവിധ്യത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യൻ ക്യുസിൻ. ഇന്ത്യൻ ക്യുസിൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം അല്ലെ. ക്യുസിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടൈം ആയിരിക്കും. ഇന്ത്യൻ സമൂഹത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്യുസിന്റെ ഭക്ഷണങ്ങളുടെ വൈജാത്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഈ ലോകത്ത് തന്നെ ഏറ്റവും വൈജാത്യമുള്ള ഒന്നാണ് ഇന്ത്യൻ ക്യുസിൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അരി, അതേപോലെ തന്നെ ഗോതമ്പ്, അതേപോലെ ദാൽ എന്നിവയൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ സ്പൈസസിന്റെ ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള സ്പൈസസ് അവർ ഉപയോഗിക്കാറുണ്ട്. ചില സ്ഥലത്ത് സ്പൈസസ് നല്ല ഉപയോഗിക്കും, മറ്റു ചില സ്ഥലങ്ങളിൽ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. നമ്മളെ കേരളത്തിന് എടുത്തു നോക്കിയാൽ മതി. തെക്ക് ഭാഗത്തേക്ക് സൗത്ത് ഭാഗത്തേക്ക് കുറച്ചധികം സ്പൈസസ് ഉപയോഗിക്കുകയും വടക്ക് ഭാഗത്തേക്ക് സ്പൈസസ് കുറവായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോ ഭാഗത്തുനിന്ന് ഇതൊക്കെ ഡൈവേഴ്സ് ആണ്, വ്യത്യസ്തങ്ങളാണ്, വൈജാത്യങ്ങളുള്ളതാണ് എന്നർത്ഥം. അപ്പൊ ഇനി ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്ലെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ, വാല്യൂസ്, നമ്മളിപ്പോ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. വലുത് വേണ്ട ഭക്ഷണം കഴിക്കുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക തുടങ്ങി ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വാല്യൂസ് കൈമാറാൻ അല്ലെങ്കിൽ അത് പരിശീലിപ്പിക്കാൻ നമുക്ക് കുട്ടികളെ ഏത് രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംഘടിപ്പിക്കാവുന്ന ഒരുപാട് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക,
അതേപോലെ തന്നെ റെസിപ്പി ബുക്കുകൾ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. അതേപോലെ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രോഗ്രാമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്താണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് അറിയോ? കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിൽ പൊതുവായിട്ടൊരു കിച്ചൺ, അതിപ്പോ പോണ്ടിച്ചേരിയിലൊക്കെ ചില സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പോണ്ടിച്ചേരിയില് സാധന ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ഉണ്ട്. അതൊരു ഓറോവില്ലെ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ കീഴിലുള്ളതാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങോട്ടേക്ക് പോവാം. എന്നിട്ട് വൺ ഡേ മൊത്തം വോളണ്ടറി സർവീസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെലവഴിക്കുന്നു. അവിടെ ഭക്ഷണം ഉണ്ടാക്കി അവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് സംവിധാനമാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നറിയപ്പെടുന്നത്. അപ്പോ കുട്ടികൾക്ക് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള വാല്യൂസ് പഠിക്കാനുള്ള അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ആക്ടിവിറ്റിയാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി കിച്ചണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഫാസ്റ്റിംഗ് പ്രാക്ടീസ്, ഇടയ്ക്ക് ചില സമയത്തെങ്കിലും നോമ്പ് നോക്കുക എന്നുള്ളതും എന്താണ്, കൾച്ചറൽ വാല്യൂസ് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് വളരെയധികം സഹായകമായിരിക്കും എന്നർത്ഥം. ഇനി അടുത്ത് ക്ലോത്ത്, നമ്മുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്ന് പറയാൻ പോണത്. നമുക്കറിയാം, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അത് കേവലം വസ്ത്രങ്ങൾ എന്നതിനപ്പുറം നമ്മുടെ കൾച്ചറിനെ, നമ്മുടെ ഐഡന്റിറ്റിയെ, അതേപോലെ നമ്മുടെ വാല്യൂസിനൊക്കെ കൂടി റെപ്രസെന്റ് ചെയ്യുന്ന, അതിനെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് നമ്മുടെ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് സ്ത്രീകൾ ചില പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുന്നു, പുരുഷന്മാർ പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അപ്പൊ ഇന്ത്യയിൽ സാധാരണഗതിയിൽ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് സാരി, അതേപോലെ ഗഗാറ, സാലുവാർ കമ്മീസ് ഒക്കെയാണ് ധരിക്കാറുള്ളത്. ഈ ഗഗാറ എന്നൊക്കെ പറയുന്നത് നോർത്തിലൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് രീതിയാണെന്ന് അർത്ഥം. ഇനി ആണുങ്ങൾ ധരിക്കുന്ന പ്രത്യേകിച്ചുള്ള വസ്ത്രങ്ങൾ എന്തൊക്കെയാണ്? ധോത്തി, കുർത്ത. ധോത്തി നിറമുണ്ട്, അതേപോലെ കുർത്ത നിറം കുർത്ത, അല്ലെങ്കിൽ കുർത്ത പൈജാമ. അത് അധികവും നോർത്ത് ഈസ്റ്റ് സൈഡിലാണ് കുർത്ത പൈജാമ കാണപ്പെടാറുള്ളത്. ഇനി നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണെങ്കിലോ അത് അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കളർഫുൾ ആയിട്ടുള്ള ഒരു കുറെ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ നമുക്ക് ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ മണാലിയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, മറ്റുള്ള നോർത്ത് ഈസ്റ്റേൺ സ്ഥലങ്ങൾ സന്ദർശിച്ച ആൾക്കാരാണെങ്കിൽ നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടുപരിച്ചിട്ടുണ്ടാവും. നല്ല അടിപൊളി ഡിസൈനൊക്കെ ഉള്ള കുറെ ഡ്രസ്സുകൾ അത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഏതായാലും ട്രഡീഷണൽ ക്ലോത്തിങ്, ഇന്ത്യയിലെ ട്രഡീഷണൽ ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ പ്രത്യേകമായി പിന്തുടരുന്ന കുറെ ഡ്രസ്സുകളുണ്ട്, സ്ത്രീകൾ പ്രത്യേകമായി പിന്തുടരുന്ന കുറെ ഡ്രസ്സുകളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ ക്ലോത്തിന്റെ പ്രത്യേകത? എന്താണ് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് ക്ലോത്തിങ്, നമ്മുടെ വസ്ത്രം ധരിക്കുന്നതിന്റെ സാംസ്കാരികമായിട്ടുള്ള പ്രാധാന്യം എന്താ? ഓരോ വസ്ത്രവും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ഓരോ വസ്ത്രവും അത് ഒരു പ്രത്യേകമായ ട്രഡീഷൻ, അവരുടെ പാരമ്പര്യം, അല്ലെങ്കിൽ അവരുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ അഭിമാനത്തൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായിട്ടാണ് വസ്ത്രങ്ങളെ കാണാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഫാഷൻ എന്നതിനപ്പുറമാണ് ഈ ക്ലോത്തിങ്ങിന്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ നല്ല രീതിയിൽ വളരെ മോഡസ്റ്റി, ഒരു നല്ല രൂപത്തിൽ ഒരു സിമ്പിൾ ഡ്രസ്സിങ് ചെയ്യുക എന്നുള്ളതൊക്കെ വലിയൊരു പുണ്യകരമായ സാക്രഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തിയായിട്ടൊക്കെ കാണുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ബോഡി അതൊരു വലിയ സാക്രഡ് ആയിട്ടുള്ള ഒന്നാണ് എന്നും അത് ദൈവങ്ങൾ വഹിക്കുന്ന ടെമ്പിൾ ആണെന്നൊക്കെ പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള വസ്ത്രം ധരിപ്പിക്കുക എന്നുള്ളതും വലിയ പ്രാധാന്യത്തോടെ കാണുന്നതാണ് എന്നർത്ഥം. അപ്പൊ ഇനി വസ്ത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ സ്ത്രീകളൊക്കെ വളരെ ട്രഡീഷണലി പാരമ്പര്യമായി തന്നെ ഹെയർ സ്റ്റൈൽസില്, അതേപോലെ ജുവല്ലറി നിർമ്മാണത്തില്, കോസ്മെറ്റിക്സിലൊക്കെ വളരെയധികം ഇൻവോൾവ്ഡ് ആയിട്ടും അവർ ഇന്നോവേറ്റീവ് ആയിട്ട് വളരെയധികം മുന്നോക്കം നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ഒരു സംസ്കാരത്തിന് ഹാരപ്പൻ സിവിലൈസേഷനോളം പഴക്കമുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു സിവിലൈസേഷനാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പൊ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ സ്ത്രീകൾ ഹെയർ സ്റ്റൈലുമായി ബന്ധപ്പെട്ട്, ജുവല്ലറിയുമായി ബന്ധപ്പെട്ട്, കോസ്മെറ്റിക്സുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ്ഡ് ആയതായിട്ടും അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് എഫോർട്ടുകൾ മുന്നോട്ട് വെച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ക്ലോത്തിങ്ങുമായി ബന്ധപ്പെട്ട വാല്യൂസ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിശീലനം കൊടുക്കാൻ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നമുക്ക് ഫാഷൻ എക്സിബിഷനുകൾ സംഘടിപ്പിക്കാം. അതുപോലെ ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ്സിനെയും അതേപോലെ മോഡേൺ സ്റ്റൈൽസിനെയും ഫ്യൂഷൻ ചെയ്തുകൊണ്ട്, രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പുതിയ ഡ്രസ്സിംഗ് സ്റ്റൈൽസ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാനൊക്കെ അവർക്ക് നമുക്ക് പരിശീലിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുക വഴി കുട്ടികൾ നമുക്ക് ക്രിയേറ്റിവിറ്റിയും സസ്റ്റൈനബിലിറ്റിയും അതേപോലെ കൾച്ചറൽ അപ്രീസിയേഷൻ, എല്ലാ കൾച്ചറിനെയും ഒരേപോലെ കാണാനുള്ള, അഭിനന്ദിക്കാനുള്ള, അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് അതുവഴി സാധിക്കും എന്നർത്ഥം. അവിടെ ഓക്കെ, ഇത് ക്ലിയർ ആണോ?
അപ്പൊ നമ്മൾ 3 സോഷ്യൽ ഏജൻസികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഫാമിലി, മാരേജ്, അതേപോലെ തന്നെ ഫെസ്റ്റിവൽസ്, അതേപോലെ തന്നെ ഫുഡ് ആൻഡ് ക്ലോത്ത്സ്, ഇതൊക്കെയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു ഇതാണ് ഈ വാല്യൂസുമായി ബന്ധപ്പെട്ട് കേസ്റ്റുകൾ, അതേപോലെ ട്രൈബ്സ്. നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ജാതികളും അതേപോലെ തന്നെ ഗോത്രങ്ങളും ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇവക്ക് നമ്മുടെ വാല്യൂസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് റോൾ ഉണ്ടോ എന്നതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരികമായ വൈജാത്യം എന്ന് പറയുന്നത് ഒരുപാട് കേസ്റ്റുകളാൽ, ഒരുപാട് ജാതികളെ കൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗോത്രങ്ങളെ കൊണ്ടും അവരുടെ പ്രത്യേകമായിട്ടുള്ള ട്രഡീഷൻസ്, മ്യൂസിക്, ഡാൻസ്, അതേപോലെ തന്നെ അവരുടെ കരകൗശല വിദ്യകളെ കൊണ്ടൊക്കെ വളരെ സമ്പന്നമായ ഒരു സാംസ്കാരിക വൈജാത്യമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രഡീഷൻസിനെ ഒക്കെയും, ഈ ഓരോ സമൂഹങ്ങളുടെ ട്രഡീഷൻസിനെ, പാരമ്പര്യത്തെ ഒക്കെയും കൃത്യമായി അവർക്ക് സോഷ്യൽ ജസ്റ്റിസ്, അവർക്ക് സാമൂഹിക നീതി ഉറപ്പുവരുത്തിക്കൊണ്ടും അവരുടെ ഡിഗ്നിറ്റി, അവരുടെ ഒരു ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അവർക്ക് എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടും ഇവരുടെ ഒക്കെയും ട്രഡീഷൻസിനെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള, വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഏതായാലും നമ്മുടെ ഭരണഘടന ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ട്രൈബ്സിനെയും, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ കേസ്റ്റുകളെയും ജാതികളെയും സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരുപാട് നിയമങ്ങളൊക്കെ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 17, ഫണ്ടമെന്റൽ റൈറ്റ്സിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ ഈ ആർട്ടിക്കിൾ 17, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17 പ്രകാരം നമ്മുടെ രാജ്യം എന്ത് ചെയ്യുന്നുണ്ട്? അയിത്താചാരണത്തെ, അൺടച്ചബിലിറ്റിയെ വിരോധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏത് രീതിയിൽ, ഏതെങ്കിലും വിധത്തിൽ അയിത്തം ആരാധിക്കുന്നത് തടയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആർട്ടിക്കിൾ 46 എന്ത് പറയുന്നുണ്ട്? നമ്മുടെ രാജ്യം എന്ത് ചെയ്യണമെന്ന്? എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ വീക്കർ സെക്ഷൻസ്, നമ്മുടെ രാജ്യത്തെ അധസ്ഥിത വിഭാഗങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള, വിദ്യാഭ്യാസപരമായിട്ടുള്ള താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഒക്കെ നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ SC ഷെഡ്യൂൾഡ് കേസ്റ്റുകളുടെയും അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും, പട്ടികജാതിയുടെയും പട്ടികവർഗത്തിന്റെ ഒക്കെ എക്കണോമിക് ആയിട്ടുള്ള താല്പര്യങ്ങളെ, അവരുടെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങളെയും അവരുടെ വിദ്യാഭ്യാസ താല്പര്യവും പരമാവധി പ്രൊമോട്ട് ചെയ്യണം, ഉയർത്തിപ്പിടിക്കണം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വിഭാഗങ്ങളെ, പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയൊക്കെ ചൂഷണങ്ങളിൽ നിന്നും അതേപോലെ തന്നെ സോഷ്യൽ ഇൻജസ്റ്റിസ്, സാമുദായികമായ അനീതിയിൽ നിന്നൊക്കെ സംരക്ഷിക്കണമെന്നൊക്കെ നമ്മുടെ ഭരണഘടന രാജ്യത്തോട്, നമ്മുടെ ഗവൺമെന്റുകളോട് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കിപ്പോ ഈ റീസെന്റ്ലി വലിയ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് UGC ഗൈഡ് ലൈൻസ്. ഈ ST/SCയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൊണ്ടുവന്ന നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പട്ടികവർഗക്കാരായ വിദ്യാർത്ഥികൾ നല്ല ഡിസ്ക്രിമിനേഷൻ നേരിടുന്നു എന്ന രീതിയിലാണ് അവരുടെ ഒരു റിപ്പോർട്ട് വന്നത്. അപ്പൊ അതിനെ എതിർത്തുകൊണ്ടുള്ള വിവാദങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഏതായാലും അത് ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഇത്ര വർഷമായിട്ട് നമുക്ക് തുടച്ചു നീക്കാൻ കഴിയാത്ത ഒരു മാൽ പ്രാക്ടീസ് ആണ് ഈ അൺടച്ചബിലിറ്റി എന്നുള്ളത്. അപ്പൊ ഏതായാലും നമ്മുടെ ഭരണഘടന ഇതൊക്കെ നിരോധിക്കുകയും ഇതിന്നൊക്കെ അവരെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മുടെ രാജ്യം പിന്തുടരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത്തരത്തിലുള്ള കേസ്റ്റുകളെ, ട്രൈബുകളെ സംരക്ഷിക്കാൻ, അവർക്ക് നീതി ഉറപ്പാക്കാൻ, അവർക്ക് പൊതു സമൂഹത്തിലേക്ക്, മുഖ്യധാരയിലേക്കുള്ള ഒരു കടന്നുവരനെ എളുപ്പമാക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് റിസർവേഷൻ പോളിസി. അവർക്ക് സംവരണം ഏർപ്പെടുത്തുക എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ത് ചെയ്യുന്നുണ്ട്? വിദ്യാഭ്യാസ മേഖലയിൽ, അതേപോലത്തെ തൊഴിൽ മേഖലയിലൊക്കെ SCക്കാർക്ക്, അതേപോലെ STകൾക്ക്, അതേപോലെ OBC കമ്മ്യൂണിറ്റിക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ നമ്മുടെ ടീച്ചേഴ്സിന്, നമ്മുടെ രാജ്യത്തുള്ള അധ്യാപകർക്ക് വഹിക്കാൻ പറ്റുന്ന പങ്ക് എന്താണ്? നമുക്കറിയാം ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗം കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അത് UN-യുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു സമ്മിറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ചില പ്രത്യേകമായിട്ടുള്ള റൈറ്റുകൾ അതെന്താണ് ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് ഈ ലോകത്ത് ജനിച്ചു എന്ന ഏതു മനുഷ്യനിക്കും നിർബന്ധമായി ലഭിക്കേണ്ട കുറച്ച് അവകാശങ്ങൾ എന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ട കുറച്ച് അവകാശങ്ങളാണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ UN റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്, UN പറയുന്ന പ്രകാരം കുട്ടികൾക്കുള്ള അവകാശങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ കുട്ടികൾക്ക്
പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇത്തരത്തിൽ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ ഒരു അവയർനെസ്സിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധം ഉണ്ടാവാൻ, ബോധവൽക്കരണം ഉണ്ടാക്കിയെടുക്കാനും അവർക്കൊരു റെസ്പെക്ട് ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കാനൊക്കെ നമുക്ക് സാധിക്കും എന്നർത്ഥം. നമ്മൾ മുന്നോട്ട് പോവല്ലേ? കുറച്ചും കൂടി എടുക്കല്ലേ ക്ലാസ്? സിമ്പിൾ പോർഷൻസ് ആണ്, വായിച്ചു വിടാൻ മാത്രമേ ഉള്ളൂ ഇത്. ഓക്കെ ആണ്, എടുത്തോളൂ. ഓക്കെ. ഇനി അടുത്തത് വാല്യൂസ് കൈമാറ്റം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് മ്യൂസിക് ആൻഡ് ഡാൻസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ റോൾ ഉണ്ടോ എന്നാണ് പറയാൻ പോണത്. നമുക്കറിയാം, ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഗീത രൂപങ്ങൾ അതേപോലെ നൃത്ത രൂപങ്ങളൊക്കെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള സംഗീത രൂപങ്ങളുണ്ട്, അതേപോലെ വ്യത്യസ്ത രീതിയിലുള്ള നൃത്ത രൂപങ്ങളുണ്ട്. ഇതൊക്കെയും നമുക്കിടയിൽ ഒരു യൂണിറ്റി, ഒരു ഐക്യം കൊണ്ടുവരാൻ സഹായിക്കുന്ന കുറെ ഘടകങ്ങളാണ് ഈ മ്യൂസിക്കും അതേപോലെ ഡാൻസും എന്നൊക്കെ പറയുന്നത്. അപ്പോ അതിനൊക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ഫെസ്റ്റിവൽസിൽ അതേപോലെ തന്നെ സെലിബ്രേഷൻ ആഘോഷങ്ങളിലും അതേപോലെ തന്നെ ആചാരങ്ങളിലും നമ്മുടെ ഡെയിലി ലൈഫിലും ദൈനംദിന ജീവിതത്തിലൊക്കെയും ഈ ഡാൻസിനും മ്യൂസിനൊക്കെ വലിയ പ്രാധാന്യം അല്ലെങ്കിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മ്യൂസിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും 2 തരത്തിലുള്ള മ്യൂസിക്കുകളാണുള്ളത്. ക്ലാസിക്കൽ മ്യൂസിക്കും ഉണ്ട്, ഫോക്ക് മ്യൂസിക്കുകളും ഉണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് 2 രീതിയിലുള്ള ക്ലാസിക്കൽ മ്യൂസിക്കാണ് ഇന്ത്യ പിന്തുടരുന്നത്. ഒന്ന് ഹിന്ദുസ്ഥാനി മ്യൂസിക്, അത് നോർത്ത് ഇന്ത്യയിലാണത് കൂടുതൽ പ്രചാരമുള്ളത്. പിന്നെ ഒന്ന് കർണാട്ടിക് മ്യൂസിക്. ഈ സംഗീതം പഠിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഫെമിലിയർ ആയിരിക്കും. കർണാട്ടിക് മ്യൂസിക് സൗത്ത് ഇന്ത്യയിൽ പ്രചാരം നേടിയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഗീത പാരമ്പര്യം എന്ന് പറയുന്നത് കർണാട്ടിക് മ്യൂസിക് ആണ്. ഇനി ഫോക്ക് മ്യൂസിക്, നാടോടി സംഗീതം എന്നൊക്കെ പറയാം. അത് ഓരോ പ്രദേശങ്ങളിലും അവരൊരു പ്രത്യേകമായിട്ടുള്ള കുറെ സംഗീത പാരമ്പര്യമുള്ളതായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ബംഗാളിൽ എടുത്തു പോയി കഴിഞ്ഞാൽ ബൗൾ എന്നറിയപ്പെടുന്ന സംഗീത പാരമ്പര്യമുള്ളതായിട്ട് കാണാൻ പറ്റും. അതേപോലെ ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ ലാവണി എന്നറിയപ്പെടുന്നതും, രാജസ്ഥാനിൽ റുഡാലി എന്നറിയപ്പെടുന്ന, അതേപോലെ തന്നെ ബംഗാളിൽ രവീന്ദ്രനാഥ സംഗീതം എന്നറിയപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് നാടോടി പാട്ടുകൾ അവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ് ഡിവോഷണൽ മ്യൂസിക് എന്ന് പറയുന്നത്, ഭക്തി ഗാനങ്ങൾ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തി ഗാനങ്ങളുടെ ഇനത്തിൽപ്പെട്ടതാണ് ഭജനകള്, അതേപോലെ തന്നെ കവാലികള്, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഫിലിം മ്യൂസിക്കുകളൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഡിവോഷണൽ മ്യൂസിക്കിന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റിയ സാധനങ്ങളാണ്. അപ്പൊ ഇത്തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് വളരെ സമ്പന്നമായിട്ടുള്ള ഒരു സംഗീത പാരമ്പര്യം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഇന്ത്യയിൽ പ്രത്യേകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ പാരമ്പര്യമായിട്ട് സംഗീതജ്ഞർ ഉപയോഗിക്കുന്ന ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതിൽപ്പെട്ട സിത്താർ, അതേപോലെ സാറോഡ്, സാരംഗി, എസ്രാജ്, ഇതൊക്കെ ഓരോ ഇൻസ്ട്രുമെന്റിന്റെ പേരാട്ടോ. സന്തൂർ, വിത്ര, വീണ, വയലിൻ, ഇതൊക്കെയും ഓരോ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ അതിന്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് ലഭിക്കുന്ന അർത്ഥം. അതേപോലെ തബല, പഖ്വാജ്, മൃദംഗം, ധോലക് എന്നൊക്കെ പറയുമ്പോൾ ചെണ്ടനെ പറയുന്നതാണ് ഈ ധോലക് എന്ന് പറയുന്നത്. ഫ്ലൂട്ട്, ഷെഹനായി, അത് ഓരോ ഇൻസ്ട്രുമെന്റ്സും വ്യത്യസ്ത തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ മറ്റേ എന്താ പറയാ, ഈ നൂല് കെട്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഒരു കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ട് സംഗീതം ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. പിന്നെ അങ്ങനെ ഓരോന്ന്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ജൽ തരംഗ് എന്ന് പറയപ്പെടുന്ന ഇൻസ്ട്രുമെന്റ്. ഇത് വെള്ളത്തിൽ നിന്നും ഒരു മ്യൂസിക് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ ജൽ തരംഗ് എന്ന് പറയപ്പെടുന്ന മ്യൂസിക് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പാട്ടുകാരെയും മ്യൂസീഷ്യൻസിനെയാണ് നമ്മൾ പറയുന്നത്. അവിടെ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഗുലാം ബാദെ അലി, അതേപോലെ തന്നെ ശുഭലക്ഷ്മി, അതേപോലെ തന്നെ ജഗ്ജിത് സിംഗ്, പിന്നെ ലതാ മങ്കേഷ്കർ, അതേപോലെ തന്നെ മുഹമ്മദ് റഫി, കിഷോർ കുമാർ, AR റഹ്മാൻ എന്നൊക്കെ പറയുന്ന പാട്ടുകാർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകാരാണ്. അതിൽ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ആരാണ്, കർണാട്ടിക് സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ഏതാണ്, ഗസൽ ഗായകർ ആരൊക്കെ എന്നൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ കൊണ്ട് സംഗീതജ്ഞനായ ആൾക്കാരെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സിത്താർ കൊണ്ട് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആളാണ് രവിശങ്കർ. അതേപോലെ തന്നെ സന്തൂർ എന്നുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കൊണ്ട് ഏറ്റവും പ്രതിഭ തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മ്യൂസിഷ്യനാണ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ എന്നുള്ളത്. ഫ്ലൂട്ട് കൊണ്ട്
സംഗീത ലോകത്തേക്ക് പ്രശസ്തി ആർജിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഹരിപ്രസാദ് ചൗറാഷ്യ എന്ന് അറിയപ്പെടുന്ന ആള്. അതേപോലെ തന്നെ സ്യൂഫി മ്യൂസിക് കൊണ്ട് നമുക്ക് പരിചിതമായ വ്യക്തിയാണ് ആബിദ പർവീൻ എന്നൊക്കെ ആള്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് മ്യൂസിഷ്യന്മാരും സിംഗേഴ്സ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഡാൻസ് നൃത്തത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഈ ദൈവങ്ങൾക്കുള്ള ഒരു ആരാധന അല്ലെങ്കിൽ ഒരു ബഹുമാനം എന്ന രൂപത്തിലാണ് അല്ലെങ്കിൽ അവർക്കുള്ള സമർപ്പണമായിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് ഡാൻസ് ഫോമുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഈ ട്രഡീഷണൽ ഡാൻസ് ഈ ദൈവങ്ങളുടെ അവർ ദൈവങ്ങൾ നടത്തുന്ന സൃഷ്ടി കർമ്മത്തെ കുറിച്ച്, അവർ ഈ ലോകത്തിനോട് സംരക്ഷണത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവർ നൽകുന്ന ശിക്ഷയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന അതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരുപാട് ഡാൻസ് രൂപങ്ങളൊക്കെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയും. ഇനി നമ്മുടെ ഇന്ത്യയിലെ സംഗീത നാടക അക്കാദമിയുടെ ക്ലാസിഫിക്കേഷൻ പ്രകാരം അവർ പറയുന്നത് പ്രകാരം ഇന്ത്യയിൽ ഉള്ള ക്ലാസിക്കലായിട്ട് ഡാൻസ് പാരമ്പര്യമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിക്കലായിട്ടുള്ള കുറെ നൃത്തരൂപങ്ങളുടെ പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. തമിഴ്നാടിനെ നോക്കി കഴിഞ്ഞാൽ ഭരതനാട്യമാണ് അവിടുത്തെ ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ കഥക് എന്നുള്ള ഒരു നൃത്തരൂപമാണ് അവിടുത്തെ ക്ലാസിക്കൽ സംഗീതമായിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ കഥകളിയാണ് ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് കൊണ്ടാടുന്നത്. ആന്ധ്രാപ്രദേശിൽ കുച്ചിപ്പുടി, അതേപോലെ തന്നെ ഒഡീഷയിൽ ഒഡീസി എന്നറിയപ്പെടുന്ന, മണിപ്പൂരിൽ മണിപ്പൂരി എന്നറിയപ്പെടുന്ന, ആസാമിൽ സട്രിയ എന്നറിയപ്പെടുന്ന ഡാൻസ് രൂപങ്ങൾ ക്ലാസിക്കൽ ആയിട്ടുള്ളതായിട്ട് സംഗീത നാടക അക്കാദമിയൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലാസിക്കൽ ഡാൻസിന് പുറമേയുള്ള മറ്റൊരു നൃത്തരൂപമാണ് ഫോക്ക് ഡാൻസ്, നാടോടി നൃത്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നൃത്തം എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട്, ഫെസ്റ്റിവൽസുമായി ബന്ധപ്പെട്ട് നമ്മുടെ എവറിഡേ ലൈഫിൽ, മറ്റതൊക്കെ ഒരു പ്രത്യേകമായ ദൈവത്തിനൊക്കെയുള്ള ഒരു സമർപ്പണം എന്ന രീതിയിലുള്ള ഒരു തീമുകളൊക്കെ ഉള്ള സാധനമാണെങ്കിൽ നമ്മുടെ ജീവിതത്തോട് ഇഴചേർന്ന് നിൽക്കുന്ന ചില ഡാൻസ് രൂപങ്ങളാണ് ഈ ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രചാരം നേടിയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ് പുരുളിയ ചാവ് എന്നറിയപ്പെടുന്നത്. അതേപോലെ ആസാമില് ഏറ്റവും പ്രചാരം നേടിയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ് ബിഹു അല്ലെങ്കിൽ രംഗോളി ബിഹു എന്നറിയപ്പെടുന്നത്. അതേപോലെ പഞ്ചാബിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ് ഭംഗ്ര എന്നറിയപ്പെടുന്നത്. ഗുജറാത്തിലെ ഗർബ എന്നറിയപ്പെടുന്നത്. ഈ ഗർബക്ക് പല ആൾക്കാരും കേട്ടിട്ടുണ്ടാകും. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ പരിചിതമായ സാധനമായിരിക്കും. ഗർബ നൈറ്റ് ഒക്കെ അവിടുത്തെ സ്റ്റുഡൻസ് ഒരുമിച്ച് ആഘോഷിക്കാറുള്ള പരിപാടിയാണ്. അതുപോലെ പാർക്കിലൊക്കെയും ഓരോ നമ്മുടെ രാജ്യത്തെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ചില ഫോക്ക് ഡാൻസുകളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് എന്നർത്ഥം. ഇനി കുറച്ച് ഫേമസ് ഡാൻസേഴ്സിന്റെ പേര് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അത് വായിച്ചു പോവാം. മണിപ്പൂരി നൃത്തം, അതിന്റെ ഏറ്റവും വലിയൊരു ആചാര്യനാണ് ഗുരു ബിപിൻ സിംഗ്. അതേപോലെ കഥക് നൃത്തരൂപത്തിന്റെ ഏറ്റവും വലിയ ആചാര്യനാണ് ബിർജു മഹാരാജ്. കഥകളിയിലാകുമ്പോൾ കലാമണ്ഡലം രാമൻകുട്ടി നായർ. അതേപോലെ ഭരതനാട്യം എടുത്തു നോക്കി രുക്മിണി ദേവി അരുണ്ടലെ. ഒഡിസി എന്ന നൃത്തരൂപം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട ആളാണ് കെലൂചരൺ മൊഹപട്ര എന്ന് പറയപ്പെടുന്ന ആൾക്കാരൊക്കെ. ഇനി ഇപ്പോ നമ്മുടെ സമകാലിക അല്ലെങ്കിൽ ആധുനിക ഡാൻസുകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ മോഡേൺ ഇന്ത്യൻ ഡാൻസിന്റെ ഏറ്റവും വലിയ ആചാര്യനെ കാണാൻ പറ്റുന്ന ഉദയ് ശങ്കർ എന്ന മഹാപ്രതിഭയാണ് നമുക്കതിൽ ഗണിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള കുറച്ച് ഡാൻസേഴ്സ് ആണ് മൃണാളിനി സാരാഭായി, മല്ലിക സാരാഭായി, അതേപോലെ സോണൽ മൺ സിംഗ് എന്നറിയപ്പെടുന്ന ഡാൻസേഴ്സ് ഒക്കെ ഈ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള വലിയ നൃത്ത കലാകാരന്മാരാണ് അവരൊക്കെ. അതേപോലെ തന്നെ ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കലാരൂപമാണ് ഡ്രാമ ആൻഡ് തിയേറ്റർ, നാടകം എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു ഡ്രാമ തിയേറ്റർ കലാരൂപമാണ് കുട്ടിയാട്ടം എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഫോക്ക് എന്റർടൈൻമെന്റ് ആണ് നാടോടി വിനോദ ഉപാധിയാണ് ഈ പാവകൾ കൊണ്ടുള്ള ഡ്രാമകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പാവകൾ വെച്ചിട്ടുള്ള ഈ ഓരോ നാടകങ്ങൾ, ഈ എന്താ പറയുക ഷാഡോ കാണിച്ചിട്ടൊക്കെ ഉള്ള സംഗതികൾ. അപ്പൊ ഏതായാലും ഇതിലിപ്പോ നമ്മുടെ മോഡേൺ ഗ്രൂപ്പ് തിയേറ്റർ, ഓരോ തിയേറ്റർ ഗ്രൂപ്പിന്റെ പേരൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനെ പ്രത്യേകിച്ച് വായിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, അത് വായിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതായാലും അതേപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ടാഗോറൊക്കെ സംവിധാനിച്ച, ടാഗോറൊക്കെ രൂപീകരിച്ച, നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ഡാൻസ് ഡ്രാമാസ് ഒക്കെ നമ്മുടെ വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കലാരൂപങ്ങളാണ് എന്നർത്ഥം.
തൽക്കാലം ഇന്നത്തോടെ ഈ ഒരു പോർഷൻ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു മൂന്നാം പാർട്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ച് ലോങ് ചാപ്റ്റർ ആയതുകൊണ്ടാണ് നമുക്ക് പാർട്ടായിട്ട് എടുക്കുന്നത്. ഇതിന്റെ മൂന്നാം പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇനി ഇതിലുമായി ബന്ധപ്പെടുന്ന ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് അവസാനിപ്പിക്കട്ടെ എന്നാല്. ഓക്കെ, അപ്പോൾ താങ്ക് യു.